നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് ഞാനൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇന്ത്യയില് ഈ കഴിഞ്ഞ മാസമോ ഈ മാസമോ ഒക്കെ ആയിട്ട് അസാമിൽ നിന്ന് കുറെ ആളുകളെ പൗരത്വത്തിന്റെ പേരിൽ തടവറയിലേക്ക് അയച്ചിട്ടുണ്ട്. പൗരത്വം അല്ലെങ്കിൽ അവർ ഇന്ത്യക്കാരല്ല എന്ന പേരിൽ ചിലരുടെ ഭാര്യമാരെ, സഹോദരിമാരെ, മാതാപിതാക്കളെ, മക്കളെയൊക്കെ അങ്ങനെ തടവറയിലേക്ക് മാറ്റി. എന്താ പറയാ, ഒരു വീട്ടിലെ രണ്ടുപേര് ഇന്ത്യക്കാരും രണ്ടുപേര് ഇന്ത്യക്കാരല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് എഫക്ട് ചെയ്തിരിക്കുന്നത് മുസ്ലിം സമുദായത്തെ തന്നെയാണ്. തടവറയിലേക്ക് പോയ ഭൂരിപക്ഷം ആളുകൾ മുസ്ലിങ്ങളാണെന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പോൾ ഇന്ത്യ എന്നത് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എല്ലാവരും കേട്ടത് അറബികൾ കച്ചവടത്തിന് ഇവിടെ വന്നു, അങ്ങനെ ഇസ്ലാമികം ഇവിടെ വന്നു. ശരിക്കും അങ്ങനെയൊന്നും അല്ല. ഇസ്ലാമിന്റെ ആരംഭം മുതൽ, ആദം നബി മുതൽ തുടങ്ങിയ ചരിത്രത്തില് ഇന്ത്യയെ വിശേഷിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നാണ് ഇസ്ലാം തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചരിത്ര രേഖകളൊക്കെ നമുക്ക് ലഭ്യമാണ്. ഒന്ന്, ഇന്ത്യ എന്നത് മുസ്ലിങ്ങളുടെ മാതൃഭൂമിയാണ്. മാതൃഭൂമി മാത്രമല്ല, പിതൃഭൂമിയും കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിലേക്ക് നമുക്ക് വരാം. ഇസ്ലാമിക ചരിത്രത്തില് അല്ലെങ്കിൽ ഇസ്ലാമില് 25 പ്രവാചകന്മാരെയാണ് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത്. അവരിൽ ചില ആളുകളുടെ ജീവിത കഥകളാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ 25 പേരെ അല്ല അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. ഭൂമിയിലുള്ള വിവിധ ഭാഷകളില്, പ്രാദേശിക ഭാഷകളില് അവർക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് പ്രവാചകരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു നിയോഗിക്കപ്പെട്ട ലക്ഷക്കണക്കിന് പ്രവാചകരില് 25 പ്രവാചകരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്ന് ആദം നബിയാണ്. അവസാനത്തത് നമ്മുടെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോ ഇതില് എല്ലാവരും അറബികളാണ് എന്നാണ് ഒരു ധാരണ, പൊതുവെ ഉള്ള ധാരണ. ശരിക്കും പറഞ്ഞാൽ അറബികളായിട്ട് 5 പ്രവാചകന്മാരെ വന്നിട്ടുള്ളൂ. 5 പ്രവാചകന്മാരെ അറബികളായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും മറ്റ് ഭാഷകളില്, മറ്റ് പ്രദേശങ്ങളിലുള്ള ഈ 5 പേരായിട്ട് വന്നത്. ഒന്നാമത്തെ പ്രവാചകനായിട്ട് അള്ളാഹു താല പരിചയപ്പെടുത്തുന്നത് ഹൂദ് നബിയാണ്. ഹൂദ് നബി നമുക്ക് പഠിക്കാൻ 25 പ്രവാചകന്മാരിൽ 4ാമത്തെ പ്രവാചകനായിട്ട് അള്ളാഹു പരിചയപ്പെടുത്തുന്ന ഹൂദ് നബിയാണ് ശരിക്കും അറബിയയിൽ വന്ന ആദ്യത്തെ പ്രവാചകൻ. അറബികൾക്കിടയിലേക്ക് ഇറക്കപ്പെട്ട ആദ്യത്തെ പ്രവാചകൻ എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോഴത്തെ നിലവിലെ ഒമാനിലെ ഹിദ്ദി എന്ന് പറയുന്ന ആദ് സമുദായത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഈ ആദ് സമുദായത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുന്തിരിക്ക കൃഷിയാണ്. ഈ കുന്തിരിക്ക കൃഷി നടത്തി ഒരുപാട് ധനികരായി അഹങ്കാരികളായ അവരെ അള്ളാഹു വലിയ കാറ്റുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടുള്ള പറയുന്നത്. കൊടുങ്കാറ്റുകൊണ്ട് ശിക്ഷിക്കപ്പെട്ട ഒരു സമുദായമാണ് ആദ് സമുദായം. ആദ് സമുദായത്തിലേക്ക് ഇറക്കപ്പെട്ട പ്രവാചകനാണ് ഹൂദ് നബി. അദ്ദേഹം 4ാമത്തെ പ്രവാചകനായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. 2ാമത് ഇസ്മായിൽ നബിയാണ്. ഇസ്മായിൽ നബി ഇസ്ലാമിക ചരിത്രത്തിലെ 8ാമത്തെ പ്രവാചകനാണ്. ഇസ്മായിൽ നബിയെ നമുക്ക് എല്ലാവർക്കും പരിചയമാണ്. കാരണം ഇബ്രാഹിം നബിയുടെ മകനാണ്. ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ ത്യാഗസ്മരണ ഓർത്തുകൊണ്ടാണ് നമ്മൾ ഓരോ വലിയ പെരുന്നാളുകളും ആചരിക്കുന്നത്. അപ്പം അത്രയ്ക്ക് സഹനശാലിയായ കുട്ടി എന്നാണ് ഇസ്മായിൽ നബിയെ നമുക്ക് അള്ളാഹു ഖുർആനിലൂടെ പരിചയപ്പെടുത്തിത്തരുന്നത്. 3ാമതായിട്ട് ഷുഹൈബ് നബിയാണ്. ഷുഹൈബ് നബി ഈ അറേബ്യൻ രാജ്യങ്ങളിലേക്ക് ഇറക്കപ്പെട്ട പ്രവാചകനാണ്. പിന്നെ 4ാമതായിട്ട് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹമാണ് 4ാമതായിട്ട് അറബികൾക്കിടയിലേക്ക്, മക്കയിലേക്ക് ഇറക്കപ്പെട്ട പ്രവാചകൻ. മക്കയ്ക്ക് ചരിത്രമാണ്. റസൂലിന്റെ ചരിത്രം അറിയാത്ത ഒരു മനുഷ്യൻ പോലും, അല്ലെങ്കിൽ ഒരു മുസ്ലിം അല്ലാത്തവർക്ക് പോലും അറിയാവുന്ന ഒരു ചരിത്രമാണ് പ്രവാചക ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെ 1 ലക്ഷത്തോളം പ്രവാചകന്മാരെയാണ് അള്ളാഹു ഭൂമിയിലേക്ക് വിവിധ ഭാഷകളിലേക്ക് ഇറക്കപ്പെട്ടത്. അപ്പൊ സൂറത്തിൽ ഇബ്രാഹിമിൽ അള്ളാഹു പറയുന്നുണ്ട്, ഓരോ ജനതയ്ക്കും അവരുടെ ഭാഷയിൽ ഞാൻ പ്രവാചകരെ ഇറക്കിയെന്നാണ് പറയുന്നത്. ഓരോ ഭാഷയിലും ഓരോ ജനതയ്ക്കും വേണ്ടി അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ചരിത്രം എടുക്കുമ്പോൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 പ്രവാചകരുടെ ചരിത്രം നമ്മൾ ഇസ്ലാമിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാം അറബിയിലാണ് അല്ലെങ്കിൽ മറ്റയിലാണ് ഒക്കെയാ പറയുന്നത്. ഇപ്പോ ഓരോ പ്രവാചകരും ഇപ്പൊ ഇവര് ക്രൈസ്തവരുടെ യേശു ഈസാ നബിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന, അതുപോലെ തന്നെ ജൂതരുടെ മൂസാ നബിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന, അവരൊക്കെ അറബിക്കാരാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പൊ അവരൊക്കെ മറ്റു ഭാഷകളിൽ,
മറ്റ് സ്ഥലങ്ങളിലുള്ള. അപ്പൊ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട 3 പ്രവാചകരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും. അതിൽ ഒന്നാമത് ആദം നബി അലൈഹി ഇസ്ലാമാണ്. ആദം നബി അലൈഹി ഇസ്ലാം, ആദം നബിയെ കുറിച്ച് അറിയാത്ത ആരുമില്ല. അതിപ്പോ ബൈബിളിലാണെങ്കിലും അതുപോലെ തന്നെ തൗറയിലാണെങ്കിലും, ജൂതമാരുടെ തൗറയിലാണെങ്കിലും ആദം നബിയെ കുറിച്ച് വളരെ വിശാലമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ ആദം നബി സ്വർഗത്തിൽ നിന്ന് വിലക്കപ്പെട്ട കഴി ഭക്ഷിച്ചതിന്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ ആദം നബിയെ ഇന്ത്യയിലേക്കാണ് വിടുന്നത്. ഇന്ത്യയിൽ അന്ന് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ശ്രീലങ്കയിലെ സരദ്വീപിലേക്കാണ് ആദം നബി വന്നിറങ്ങുന്നത്. ഈ സരദ്വീപ് അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അപ്പൊ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ശ്രീലങ്കയിലെ സരദ്വീപിലാണ് ആദം നബി അലൈഹി സ്വലാം വന്നിട്ടുള്ളത്. അദ്ദേഹം 40 ഹജ്ജ് ഇന്ത്യയിൽ നിന്ന്, അന്ന് ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അപ്പൊ ഇന്ത്യയിൽ നിന്ന് 40 ഹജ്ജ് കാൽനടയായിട്ട് അദ്ദേഹം മക്കയിൽ പോയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയും ഇസ്ലാമിന്റെ ചരിത്രം ആരംഭിക്കുന്ന ആദം നബിയിൽ നിന്നാണ്. അപ്പൊ ആദം നബി മുതൽ ഇസ്ലാമിന്റെ ചരിത്രം ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യമായിട്ടുള്ള കാര്യം. അപ്പൊ രണ്ടാമതായിട്ട് ഒന്ന് ആദം നബി, അപ്പോ ഇന്ത്യയിലാണ് അദ്ദേഹത്തെ ഇറക്കപ്പെട്ടത്. ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം 40 ഹജ്ജോളം പോയിട്ട് ചെയ്യുന്നു കാൽനടയായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നിന്ന് മനുഷ്യകുലത്തിന്റെ എല്ലാം ആദ്യ പിതാവ്, ആദ്യ മനുഷ്യൻ ആദം നബി ഇന്ത്യയിൽ നിന്നാണ് തുടക്കം. ഇസ്ലാമിന്റെ ആദ്യത്തെ മനുഷ്യൻ, ഇസ്ലാമിന്റെ ആദ്യത്തെ പ്രവാചകൻ, ഇസ്ലാമിലെ എല്ലാവരുടെയും പിതാവായിട്ട് കണക്കാക്കപ്പെടുന്ന ആൾ, അദ്ദേഹം ഇന്ത്യയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമതായിട്ടുള്ളത് സുലൈമാൻ നബിയാണ്. സുലൈമാൻ നബിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. മഹാനായ സോളമൻ ചക്രവർത്തി എന്നറിയപ്പെടുന്ന സുലൈമാൻ നബി BC 10-ാം നൂറ്റാണ്ടില് പലസ്തീൻ കേന്ദ്രമായിട്ട് അദ്ദേഹം ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പലസ്തീൻ എന്ന് ഇസ്ലാമിക എന്താ പറയുക പട്ടണമായിരുന്നു, ഇസ്ലാമിക രാജ്യമായിരുന്നു. അവിടേക്കാണ് ജൂതന്മാര് വിട്ട് കടന്നു കയറുന്നു. ഇന്ന് ജൂതന്മാർക്ക് വേണ്ടി ഒരു സ്ഥലം കൊടുക്കുന്നതൊക്കെ നമുക്ക് ചരിത്രങ്ങളാണ്. അപ്പോ സുലൈമാൻ നബി അഥവാ സോളമൻ ചക്രവർത്തി ഇവിടെ കേരളവുമായിട്ട് തന്നെ ഒരു കച്ചവട ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് ആനക്കൊമ്പ്, ചന്ദനം തുടങ്ങിയ അതുപോലെ തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ ഫലസ്തീനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു കച്ചവടം ഉണ്ടായിരുന്നു. അപ്പൊ സുലൈമാൻ നബി അഥവാ സോളമൻ ചക്രവർത്തി പോലും ഇസ്ലാമിക ചരിത്രത്തിലെ അതുല്യനായ പ്രവാചകനായിട്ട് വിശേഷിക്കപ്പെടുന്ന, മൃഗങ്ങളോടും പക്ഷികളോടും ഒക്കെ സംസാരിക്കാൻ കഴിയുന്ന ഒരുപാട് പ്രത്യേകതയുള്ള പ്രവാചകൻ സുലൈമാൻ നബിയും കേരളവുമായിട്ട്, നമ്മുടെ മലയാളവുമായിട്ട് ഒരു ബന്ധം സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നൂഹ് നബിയാണ്. നൂഹ് നബി അറിയാം. നോഹ എന്ന് ബൈബിളിൽ പറയുന്ന അവസാനം അള്ളാഹുവിന് വേണ്ടി ഏതാണ്ട് 950 വർഷത്തോളം പ്രബോധനം നടത്തി. ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചു എന്നതാണെങ്കിൽ നമുക്ക് പറയാം. ആദം നബിയുടെയും നൂഹ് നബിയുടെ ഒക്കെ ഇതാണ് പറയുന്നത്. ഒരുപാട് വർഷം അള്ളാഹുവിന് വേണ്ടി പ്രബോധനം നടത്തിയ പ്രവാചകന്മാരാണ്. അപ്പം 950 വർഷം പ്രബോധനം നടത്തിയിട്ട് വളരെ കുറച്ചാളുകൾ മാത്രമാണ് നൂഹ് നബി പറഞ്ഞ പാതയിലേക്ക്, അള്ളാഹുവിന്റെ പാതയിലേക്ക് കടന്നു വന്നത്. ആ പാതയിലേക്ക് കടന്നു വന്നവർ അള്ളാഹുവിനോട് അവസാനം നൂഹ് നബി പറയുന്നുണ്ട്, അള്ളാഹുവെ, ഞാൻ അങ്ങയുടെ വാക്ക് കേട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടും വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് പാതയിലേക്ക് വന്ന ആളുകൾ നാശത്തിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വലിയൊരു കപ്പല് നിർമ്മിക്കുകയും അതിലേക്ക് വിവിധ ജീവജാലങ്ങളെ കൊണ്ടുവരികയും ആ കപ്പലുമായിട്ട് പോവുകയും ചെയ്യുന്ന ഒരു ചരിത്രമുണ്ട്. അത് ഇന്ത്യയിൽ നടന്നു എന്നാണ് പറയപ്പെടുന്നത്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമായിട്ട് ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നത്, ജലപ്രളയത്തിലൂടെ ശിക്ഷിച്ചത്, ആ ജലപ്രളയം ഇന്ത്യയിൽ നിന്നുണ്ടായതാണ്. വഫാത്തുറു നൂഹ് ബിൽ ഹിന്ദ് എന്ന് വളരെ പ്രശസ്തമായിട്ടൊരു ചരിത്രമുണ്ട്. അപ്പോ ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ പ്രബോധന കാലഘട്ടം അദ്ദേഹം കാഴ്ചവെച്ചെന്നും ഇന്ത്യയിലാണ് ആ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായതെന്നും ചരിത്രങ്ങളിൽ, ഇസ്ലാമിക ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇന്ത്യ എന്നത് ഇസ്ലാമിക ചരിത്രത്തിന്റെ ഭാഗം തന്നെയാണ്. ഒന്നാമത് ആദം നബി മുതൽ നൂഹ് നബി വരെ പടർന്നു നിൽക്കുന്ന, അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോ ഇന്ത്യയാണെങ്കിലും കേരളമാണെങ്കിലും ഇസ്ലാം ഇവിടെ വന്നതല്ല, ആദ്യം മുതൽ തന്നെ ഇസ്ലാം ഇവിടെ ഉള്ളതാണ്. വന്ന് കയറിയവർ എന്നുള്ള ഭാഷയിലൊക്കെ പലരും സംസാരിക്കുന്നുണ്ട്. അതൊന്നും അല്ല, ഇസ്ലാമിന്റെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ ആദം നബിയിൽ നിന്നാണ്. ആദം നബി വന്നത് എന്നിട്ട് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ശ്രീലങ്കയിലാണെന്നുള്ള ഒരു കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. അപ്പോ ഇന്ത്യയും ഇസ്ലാമിനൊട്ടും അന്യമല്ല. ഇസ്ലാം ആരംഭിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയായി കാണാം.